നമ്മുടെ കുഞ്ഞുങ്ങള് സംസാരിക്കാൻ തുടങ്ങിയ കാലം മുതൽ അല്ലെങ്കിൽ അവർ സംസാരിച്ച് തുടങ്ങുന്ന ആ ഒരു സമയത്ത് അവരുടെ ഒരു വിളി കേൾക്കാനായിട്ട് എല്ലാ പാരൻസും ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് അല്ലെ. പിന്നീട് അവർ വളർന്ന് വലുതായപ്പോ അവരവരുടെ ഇഷ്ടങ്ങളിലേക്ക് പോയപ്പോ അല്ലെങ്കിൽ അവരെ ഞാൻ സെക്യൂർ ആക്കി എന്നൊരു പാരന്റിന് തോന്നിയപ്പോ പിന്നീട് അവരുടെ ഒരു വിളിക്കും നമ്മൾ കാതോർക്കാതെ മാറി നിന്നിട്ടുണ്ട്. കുഞ്ഞു കാലത്ത് പിച്ച വെച്ച് നടക്കുന്ന ഒരു കുഞ്ഞ് തട്ടി വീണ് കഴിഞ്ഞാല് നമ്മൾ കുട്ടിയെ സമാധാനിപ്പിക്കാൻ ഒരുപാട് കഷ്ടപ്പെടുകയും നമ്മൾ മാറിയിരുന്ന് കരയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നീട് വളർന്നു വലുതായി ഉറച്ച ചുവടോടുകൂടി അവർ നടക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ പതിയെ പതിയെ അവരിൽ നിന്നും അകലാൻ തുടങ്ങി. ഇനി ഈ കാലുകൾ ഒരിക്കലും ചലിക്കാത്ത വിധത്തിൽ, നമ്മളെ ഒരിക്കലും വിളിക്കാത്ത രീതിയിൽ, നമ്മളെ കാണാത്ത രീതിയിൽ നമ്മുടെ കുട്ടികൾ ഓരോരുത്തരുടെയും വീട്ടുമുറ്റത്തേക്ക് എത്തുമ്പോഴാണ് പിന്നീട് പാരൻസ് പ്രതികരിക്കാൻ തുടങ്ങാൻ. എൻ്റെ കുട്ടി പാവമായിരുന്നു, ഒരുപാട് അനുഭവിച്ചിരുന്നു, ഞാൻ ഇങ്ങോട്ട് പോരാൻ പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളിൽ തട്ടിക്കൊണ്ട് തുറന്ന മനസ്സോടുകൂടി നിങ്ങൾ എപ്പോഴെങ്കിലും ആ കുട്ടിയെ തിരിച്ചു വിളിച്ചിട്ടുണ്ടോ എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. മിക്കവാറും ആളുകൾക്ക് അത് സാധിക്കാറില്ല, കുറച്ചാളുകൾക്ക് അത് സാധിക്കാറുണ്ട്. എന്തുകൊണ്ടാണെന്നോ പിന്നോട്ട് വലിയുന്നത് നാട്ടുകാര്, ബന്ധുക്കള്, റിലേറ്റീവ്സ്, അല്ലെങ്കിൽ താഴെയുള്ള കുട്ടികളുടെ ഭാവി, അല്ലെങ്കിൽ ഞങ്ങൾ വളർത്തി വലുതാക്കിയതിൻ്റെ ദോഷമാണെന്ന് ആളുകൾ പറയുമോ എന്ന പേടി, ഒരു താന്തോന്തിയാണെന്ന് എൻ്റെ കുട്ടിയെ മുദ്ര കുത്തുമോ എന്നുള്ള ചിന്തകളൊക്കെയാണ് ഒരു ഉറച്ച പിന്തുണ കൊടുക്കാനായിട്ട് ഈ പാരൻസിനെ പിന്നോട്ട് വലിക്കുന്നത്. ഇന്ത്യയുടെ രാഷ്ട്രപതി ഒരു വനിതയാണെന്നിരിക്കെ വരാൻ പോകുന്ന ഇലക്ഷനിൽ ഒരുപാട് വനിതകൾ ജനപ്രതിനിധികളാകാനായിട്ട് മുന്നോട്ട് വരാനിരിക്കെ ആയുരാരോഗ്യ രംഗത്ത്, കായിക രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, അതുപോലെ തന്നെ നമ്മുടെ ജില്ലാ ഭരണകൂടത്തിന്റെ തലപ്പത്ത്, ക്രമസമാധാന മേഖലയിലൊക്കെ വനിതകളെ നയിക്കുകയും അവരുടെ വാക്കുകൾക്ക് വില കൊടുക്കുന്ന ഒരു പറ്റം ആളുകൾക്കിടയിൽ നിൽക്കുകയും വേണ്ടുന്ന വിധം തീരുമാനമെടുക്കുകയൊക്കെ ചെയ്യുന്ന ഈ ഒരു സമയത്തും നമ്മുടെ വീടുകളിൽ പലപ്പോഴും നമ്മുടെ പെൺകുട്ടികളുടെ കരച്ചിൽ ഒരു തേങ്ങലായിട്ട് മാത്രം മാറുകയാണ്, ആരും കേൾക്കാനില്ലാതെ. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ മാത്രം നമ്മളെല്ലാവരും സടകുടഞ്ഞെഴുന്നേറ്റ് തുല്യത വേണം, അല്ലെങ്കിൽ ഞങ്ങളെ കേൾക്കാൻ ആൾക്കാർ വേണം, ഇവിടുത്തെ സംവിധാനങ്ങളൊക്കെ മോശമാണ് എന്ന് പറയുന്നതിനപ്പുറമായി കുട്ടിക്ക് ബാങ്ക് ബാലൻസ് ആയി നിങ്ങൾ കോടികൾ കൊടുക്കുന്നതിന് പകരമായിട്ട് മെന്റൽ സപ്പോർട്ട് കൊടുക്കാനായിട്ട്, അതായത് തുറന്ന മനസ്സോടുകൂടി എന്ത് സംഭവിച്ചാലും ഇനി നിന്റെ തീരുമാനത്തിൽ നിനക്ക് വന്ന പാകപ്പിഴയായാലും എൻ്റെ തീരുമാനം കൊണ്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ തീരുമാനം കൊണ്ട് നിനക്കുണ്ടായ ബുദ്ധിമുട്ടായാലും എന്ത് തന്നെയായാലും നിന്നെ സ്വീകരിക്കാൻ തുറന്ന മനസ്സോടുകൂടി ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് കിട്ടുന്ന ഒരു ആത്മവിശ്വാസം അത് വളരെ വലുതായിരിക്കും. നമുക്ക് ഓരോരുത്തർക്കും അതിന് സാധിക്കണം. ലെറ്റ് ലൈറ്റ് ഷൈൻ ഔട്ട് ഓഫ് ഡാർക്ക്നെസ്.